ഫ്രണ്ട്സ്, വെൽക്കം ടു ഇംഗ്ലീഷ് സ്പീക്കിംഗ് ലബ്. അപ്പോൾ ഡേ 1 മുതൽ ഡേ 16 വരെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി. അപ്പോൾ നമ്മൾ ഈ മനസ്സിലാക്കിയ കാര്യങ്ങളെല്ലാം നമ്മൾ സംസാരത്തിൽ കൊണ്ടുവരിക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത്തരത്തിൽ കൊണ്ടുവന്നാലേ നമുക്ക് നല്ല രീതിയിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ സാധിക്കുകയുള്ളൂ. ഇതോടൊപ്പം ഡേ 16 ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഒരു ചെറിയ ടാസ്ക് തന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ ഉത്തരങ്ങൾ നമ്മൾ ഈ പാഠത്തിന്റെ അവസാനം പരിശോധിക്കുന്നതാണ്. ഇപ്പൊ ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട് നമ്മളൊരു സെന്റൻസ് കൈകാര്യം ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവിടെ സബ്ജക്ട് വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്ന ഒരു കാര്യമാണ്. സബ്ജക്ട് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ, ഒന്നാണോ ഒന്നിൽ കൂടുതലാണോ എന്ന് മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പൊ പ്രധാനപ്പെട്ട സിംഗുലർ സബ്ജക്ട് ഏതാണെന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. ഹി എന്ന് പറഞ്ഞാലും ഷീ എന്ന് പറഞ്ഞാലും ജോൺ എന്ന് പറഞ്ഞാലും ഇറ്റ് എന്ന് പറഞ്ഞാലും നമ്മൾ ഇംഗ്ലീഷിൽ സിംഗുലർ ആണ്, നമ്മൾ ഒന്നായിട്ടാണ് പരിഗണിക്കുന്നത്. കാരണം ഹി എന്ന് പറഞ്ഞാൽ അവനെന്നും ഷീ എന്ന് പറഞ്ഞാൽ അവളെന്നും ജോൺ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയെന്നും ഇറ്റ് എന്ന് പറഞ്ഞാൽ അത് അല്ലെങ്കിൽ ഇതെന്നുമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഇറ്റ് എന്ന് പറയുന്ന ഒരു സബ്ജക്ട് ഇംഗ്ലീഷിൽ നമ്മൾ പ്രധാനമായി ഉപയോഗിക്കുന്നത് കമ്പ്യൂട്ടർ, ടേബിൾ, ചെയർ, പൂച്ച, പട്ടി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നതിനാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ക്ലൈമറ്റ് പറയുന്നതിനും ഇറ്റ് എന്ന സബ്ജക്റ്റ് ആണ് ഉപയോഗിക്കുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുന്നു, ഇറ്റ് ഈസ് റെയിനിങ് നൗ എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ക്ലൈമറ്റ് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഇറ്റ് എന്ന സബ്ജക്റ്റ് ആണ്. പ്രത്യേകം ഓർമ്മിച്ച് വെക്കുക, ഇറ്റിനെ നമ്മൾ സിംഗുലർ ആയിട്ട് ഒന്നായിട്ടാണ് നമ്മൾ ഇംഗ്ലീഷിൽ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പൊ എന്താണ് ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ, നമ്മൾ ഈ ഓക്സിലറി വെർബ് ഈസ്, ആർ, ആം, വാസ്, വെർ, ഹാസ്, ഓർ, ഹാവ്, ഹാഡ്, വില്ലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ പറഞ്ഞ സബ്ജക്റ്റിന്റെ എണ്ണം അനുസരിച്ചിട്ടാണ്. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ അതനുസരിച്ചിട്ടുള്ള ഓക്സിലറി വെർബ്, പ്ലൂറൽ ആണെങ്കിൽ അതനുസരിച്ചിട്ടുള്ള ഓക്സിലറി വെർബ്, ഐ ആണെങ്കിൽ അതനുസരിച്ചിട്ടുള്ള ഓക്സിലറി വെർബ്. അപ്പൊ ഹി ഈസ് എ ഡോക്ടർ എന്നും ദേ ആർ ഡോക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ അവിടെ ഹി സിംഗുലർ ഒന്നായതുകൊണ്ടാണ് നമ്മൾ ഈസ് ഉപയോഗിച്ചത്. അപ്പൊ ദേ ഒന്നിൽ കൂടുതൽ ആൾക്കാരായതുകൊണ്ടാണ്, അവർ എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതലാണ്, അതുകൊണ്ടാണ് നമ്മൾ ആർ ഉപയോഗിച്ചത്. അപ്പൊ മനസ്സിലാക്കേണ്ടത്, അവിടെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സബ്ജക്റ്റ് സിംഗുലറും പ്ലൂറലും ആണെന്ന് മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതനുസരിച്ചുകൊണ്ടാണ് നമ്മൾ സെന്റൻസുകൾ കൈകാര്യം ചെയ്യേണ്ടത്. അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഇറ്റ് എന്ന സബ്ജക്ട് ഇംഗ്ലീഷിൽ നമ്മൾ എവിടെ ഉപയോഗിച്ചാലും സിംഗുലർ ആയിട്ട് ഒന്നായിട്ടാണ് ഉപയോഗിക്കുന്നത് എന്ന് പ്രത്യേകം ഓർമ്മിച്ചു വെക്കുക. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഐ എന്ന സബ്ജക്ട് ഇംഗ്ലീഷിൽ പ്രത്യേക ഒരു പരിഗണന കൊടുത്തിട്ടുണ്ട്. ഐ എന്ന് പറയുന്നത് ഒരാളാണ്, ഒരു വ്യക്തിയാണെങ്കിലും നമ്മളൊരു പ്രത്യേക പരിഗണന ഉള്ളത് കൊണ്ട് ഇംഗ്ലീഷിൽ നമ്മൾ ഐയെ പ്ലൂറൽ ആയിട്ട് ഒന്നിൽ കൂടുതലായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഐ ഹാസ് എന്ന് പറയാതെ ഐ ഹാവ് എന്നും ഐ ഹാസ് ബീൻ അല്ല ഐ ഹാവ് ബീൻ എന്നൊക്കെ പറയുന്നത്. നമ്മൾ ഒരുപാട് ഉപയോഗിക്കുന്ന ഒരു സെന്റൻസ് ആണ് ഐ ലവ് യു എന്നുള്ളത്, അല്ലേ? അപ്പൊ അത് സിമ്പിൾ പ്രസന്റിന്റെ ഒരു സെന്റൻസ് ആണ്, നിങ്ങൾ മനസ്സിലാക്കുക. അവിടെ നമ്മൾ ഐയെ പ്ലൂറൽ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് വെർബിന്റെ കൂടെ ഒരു എസ് ചേർക്കാത്തത്. അപ്പൊ ഷാജഹാൻ ലവ്സ് മുംതാസ് എന്ന് പറഞ്ഞ് ഞാൻ അവിടെ സിമ്പിൾ പ്രസന്റ് ഒരു സെന്റൻസ് പറയുമ്പോൾ ഷാജഹാൻ ഒരാളായതുകൊണ്ടാണ് അവിടെ വെർബിന്റെ കൂടെ ലവിന്റെ കൂടെ ഞാനൊരു എസ് ചേർത്ത് പറഞ്ഞത്. അതേ സാഹചര്യത്തിൽ ഇവിടെ ഐ ആണെങ്കിൽ ഐ ലവ് യു എന്നാണ് പറയുന്നത്. അവിടെ ഐ ലവ്സ് യു എന്ന് പറഞ്ഞാൽ തെറ്റാണ്. കാരണം ഐ നമ്മൾ ഇംഗ്ലീഷിൽ പ്ലൂറലായിട്ട് ട്രീറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് അവിടെ ഐ ലവ് യു എന്ന് പറഞ്ഞത്. പ്രത്യേകം ഓർമ്മിച്ചു വെക്കുക. അത് ടെൻസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പഠിക്കുമ്പോൾ കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വാസു വേറെന്ന ഓക്സിലറി വരുമ്പോൾ മാത്രമാണ് നമ്മൾ ഐ എന്ന സബ്ജക്റ്റിനെ സിംഗുലർ ആയിട്ട് ഒന്നായിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. അവിടെ നമ്മൾ ഐ വാസ് എന്നാണ് പറയുന്നത്. അല്ലാതെ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ എല്ലാം നമ്മൾ ഐയെ പ്ലൂറൽ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഇനി അതോടൊപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, പ്ലൂറൽ ആയിട്ടുള്ള സബ്ജക്റ്റുകളാണ് വി എന്നും ദേ എന്നും യു എന്നും ജോൺ ആൻഡ് റാം എന്നും പറഞ്ഞാൽ. വി എന്ന് വെച്ചാൽ ഞങ്ങളാണ്, ദേ എന്ന് വെച്ചാൽ അവരാണ്, യു എന്ന് വെച്ചാൽ നീ അല്ലെങ്കിൽ നിങ്ങളാണ്, ജോൺ ആൻഡ് റാം എന്ന് വെച്ചാൽ രണ്ടു വ്യക്തികളാണ്. ഇതെല്ലാം പ്ലൂറലാണ്, ഒന്നിൽ കൂടുതൽ വ്യക്തികൾ ഉണ്ട് നിങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, യു എന്ന സബ്ജക്റ്റ് ഇംഗ്ലീഷിൽ ഒരാളും ഒന്നിൽ കൂടുതലായിട്ടും വരാം. ഇപ്പൊ നീ എന്ന് പറഞ്ഞാൽ ഒരാളാണ്, നിങ്ങൾ എല്ലാവരും എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതലാണ്. വ്യത്യാസം മനസ്സിലാക്കേണ്ടത്, ഇംഗ്ലീഷിൽ നമ്മൾ യു എന്ന സബ്ജക്ട് ട്രീറ്റ് ചെയ്യുന്നത് പ്ലൂറൽ ആയിട്ട്. ഐ എന്ന സബ്ജക്ട് പോലെ ഞാൻ നേരത്തെ പറഞ്ഞു, ഇംഗ്ലീഷിൽ യു എന്ന സബ്ജക്ട് നമ്മൾ എവിടെ ഉപയോഗിച്ചാലും അത് പ്ലൂറൽ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പ്ലൂറൽ ആയിട്ടുള്ള ഓക്സിലറി വെർബുകൾ യു ഈസ് എന്ന് പറയില്ല, യു ആർ എന്നും, അതുപോലെ യു ഹാസ് എന്ന് പറയില്ല, യു ഹാവ് എന്നുമാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അത്തരത്തിലാണ് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്. നമ്മൾ ഈ 1 മുതൽ 16 വരെ പഠിച്ച കാര്യങ്ങളിൽ ആദ്യം നമ്മൾ പഠിച്ചത് ഈസ്, ആർ, ആം എന്നുള്ള ഓക്സിലറി വെർബുകളാണ്. അത് നമ്മൾ ടെൻസ് അല്ലാതെ ഉപയോഗിക്കുമ്പോൾ ആകുന്നു ആണെന്നുള്ള അർത്ഥമാണ് കിട്ടുന്നത്, അല്ലേ? അത് നമ്മൾ എഴുതാൻ മനസ്സിലാക്കിയതാണ്. ഇനി നമ്മൾ അതെങ്ങനെ പറയുക എന്നുള്ളതാണ് ഈ പാഠത്തിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. സിംഗുലർ ആയിട്ടുള്ള സബ്ജക്റ്റ് വന്നാൽ ഈസ് ആണെന്നും, പ്ലൂറൽ ആയിട്ടുള്ള സബ്ജക്റ്റ് വന്നാൽ ആറാണെന്നും, ഐ വന്നു കഴിഞ്ഞാൽ ആം ആണെന്നും അറിയാം. അർത്ഥം നമുക്ക് ആകുന്നു ആണെന്നുള്ളതാണ്, അല്ലേ? നമ്മൾ എങ്ങനെ പറയും? ഹി ഈസ് എ ഡോക്ടർ എന്നുള്ളതാണ്. അതുപോലെ പ്ലൂറൽ ആയിട്ട് വന്നാൽ ദേ ആർ ഡോക്ടേഴ്സ് എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഐ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരാളെ സൂചിപ്പിക്കാൻ ആയതുകൊണ്ട് എങ്ങനെ പറയും? ഐ ആം എ ഡോക്ടർ എന്നുള്ളതാണ്.
അപ്പൊ ഇത്തരത്തിലാണ് നമ്മൾ എന്താണ് ഈസ് ആർ ആം വെച്ചുകൊണ്ട് സെന്റൻസുകൾ മനസ്സിലാക്കേണ്ടത്. ഉണ്ട് എന്നുള്ള അർത്ഥം കിട്ടാൻ നമ്മൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നത് ഹാസ് ഓർ ഹാവ് ആണ് അല്ലേ. അവിടെയും മനസ്സിലാക്കേണ്ടത് സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ നമ്മൾ ഹാസും, പ്ലൂറലോ ഐ ആണെങ്കിലോ അവിടെ ഹാവുമാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ നമ്മൾ ഐക്ക് ഒരു പ്രത്യേക പരിഗണന ഉണ്ട്, അതുകൊണ്ടാണ് പ്ലൂറലായിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഉണ്ട് എന്ന് പറയണം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു കാർ ഉണ്ടെന്ന് പറയാം. എങ്ങനെ പറയും? ഇപ്പൊ പറയണത് ഹി ഹാസ് എ കാർ, അവനൊരു കാർ ഉണ്ട്, അല്ലെങ്കിൽ ഷീ ഹാസ് എ കാർ, അവൾക്കൊരു കാർ ഉണ്ട്, ജോൺ ഹാസ് എ കാർ, ജോണൊരു കാർ ഉണ്ട്. ഇതിൽ നമ്മൾ സിംഗുലർ ആണെങ്കിൽ ഇവിടെ ഹാസ് ആണ് ഉപയോഗിക്കേണ്ടത്. ഇനി ഐയും പ്ലൂറൽ ആയിട്ടുള്ള സബ്ജക്റ്റ് എന്നാൽ ഞാൻ പറഞ്ഞു ഹാവ് ആണെന്ന്. എങ്ങനെ പറയും? ഐ ഹാവ് എ കാർ എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമുക്ക് പ്ലൂറൽ ആയിട്ടുള്ള സബ്ജക്റ്റ് വി ഹാവ് എ കാർ, ഞങ്ങൾക്കൊരു കാർ ഉണ്ട്, ദേ ഹാവ് എ കാർ അല്ലേ, യു ഹാവ് എ കാർ, നിങ്ങൾക്കൊരു കാർ ഉണ്ട്. ഇവിടെ എല്ലാം സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ നമ്മൾ പറയേണ്ടത് ഹാവ് ആണ്. അപ്പോൾ ഒരാളാണെങ്കിലും എന്താണ് ഹാസ് ആണ്, ഒന്നിൽ കൂടുതലോ ഐ ആണെങ്കിലും നമ്മൾ ഉണ്ട് എന്ന് പറയാൻ ഹാവ് ആണ് ഇംഗ്ലീഷിൽ ഉപയോഗിക്കേണ്ടത്. അത് കഴിഞ്ഞ് നമ്മൾ നൗൺ ആണ് യൂസ് ചെയ്യേണ്ടത്, എന്താണ് ഒരു പേര് അല്ലേ. അതല്ലാതെ നമ്മൾ എന്താണ് വെർബ് പ്രവൃത്തി പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആയി മാറും. ഹാസ് ഓർ ഹാവ് കഴിഞ്ഞ് നമ്മൾ വെർബ് പറയുകയാണെങ്കിൽ. ഇത് നമുക്കറിയാം പാസ്റ്റിൽ അല്ലേ ആയിരുന്നു എന്ന് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്നത് വാസും വേറുമാണ്. അപ്പൊ ആകുന്നു ആണെന്ന് പറഞ്ഞാൽ എക്സാമ്പിൾ പറയുന്നത് നിങ്ങളൊരു ഡോക്ടർ ആണെന്ന് പറയാം. ഇപ്പൊ നിങ്ങൾ ചൈനയിലൊക്കെ പോയി പഠിച്ചു സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്നു, ഒരു ക്ലിനിക്കൊക്കെ തുടങ്ങി നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. ഇടയ്ക്ക് വെച്ച് നിങ്ങൾ കൊടുത്ത മരുന്നൊന്ന് മാറിപ്പോയി അല്ലേ. മാറിപ്പോയാൽ എന്ത് ചെയ്യും? സ്വാഭാവികമായി ആൾക്കാർ കയറി നിങ്ങളെ കൈവയ്ക്കും, അടികൊള്ളും. പിന്നെന്താണ്? സർട്ടിഫിക്കറ്റ് ഒക്കെ വലിച്ചേറി കളഞ്ഞു, നിങ്ങൾ ആ ജോലി പോയി. ഇപ്പൊ നിങ്ങൾ പപ്പട കച്ചവടം ചെയ്യുകയാണ്. അപ്പൊ അതിനടുത്ത് നിങ്ങളൊരു ഡോക്ടർ ആയിരുന്നു, ഇപ്പൊ നിങ്ങൾ ഡോക്ടർ അല്ല, ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ പോലെ പപ്പട കച്ചവടം ചെയ്യുകയാണ്. അപ്പൊ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഈ സാഹചര്യങ്ങളിൽ ഞാൻ പറഞ്ഞു എന്താണ് സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിലും ഐ ആണെങ്കിലും വാസ് ആണ്. വാസും വേറും വരുമ്പോൾ മാത്രമാണ് ഐ നമ്മൾ സിംഗുലർ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. ബാക്കി എല്ലാ സ്ലോ ഇംഗ്ലീഷിൽ പ്ലൂറൽ ആയിട്ടാണ്, ഒന്നിൽ കൂടുതലായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഇവിടെ പറയുന്നത് എന്താണ്? ഹി എന്നോ ഷീ എന്നോ ജോൺ എന്നോ ഇറ്റ് എന്നോ എന്ത് തന്നെ പറഞ്ഞാലും എന്താണ് അവിടെ നമ്മൾ വാസ് ആണ് ഉപയോഗിക്കേണ്ടത്. ഹി വാസ് എ ഡോക്ടർ, അവനൊരു ഡോക്ടർ ആയിരുന്നു. അതുപോലെ തന്നെ എന്താണ്? ഐ വാസ് എ ഡോക്ടർ, ഞാനൊരു ഡോക്ടർ ആയിരുന്നു. സബ്ജക്റ്റ് ഒന്നിൽ കൂടുതലാണെങ്കിൽ നമ്മൾ അവിടെ എന്താണ് വേർ ഉപയോഗിക്കണം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വി വെയർ ഡോക്ടേഴ്സ് എന്നുള്ളതാണ്. ദേ വെയർ ഡോക്ടേഴ്സ്, യു വെയർ ഡോക്ടേഴ്സ്, ജോൺ ആൻഡ് റാം വെയർ ഡോക്ടേഴ്സ് എന്നാണ് അല്ലേ. ഇവിടെ ഒന്നാകുമ്പോൾ നമ്മൾ എ ഡോക്ടർ എന്നും ഒന്നിൽ കൂടുതലാണെങ്കിൽ ഡോക്ടേഴ്സ് എന്നുമാണ് പറയേണ്ടത് എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. അടുത്ത നമുക്കൊരു കാർ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ പറയുകയാണ്. പ്രസന്റ് നമ്മൾ ഉണ്ടെന്ന് പറയാൻ ഹാസ് ഓർ ഹാവ് ആണ് അല്ലേ. നിങ്ങൾക്കൊരു കാർ ഉണ്ട്, ഇപ്പൊ നിങ്ങൾക്കൊരു കാർ ഉണ്ട്, യു ഹാവ് എ കാർ അല്ലേ. നിങ്ങൾക്കൊരു കാർ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ ആ ഓലക്സി ഇട്ട് നിങ്ങളെ കാർ വിറ്റു. അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഒരു സൈക്കിൾ മാത്രമേ ഉള്ളൂ. അപ്പൊ അതിനർത്ഥം നിങ്ങൾക്കൊരു കാർ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സബ്ജക്റ്റ് സിംഗുലർ ആണ്. ഒന്നാണെങ്കിലും ഐ ആണെങ്കിലും ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിലും നമ്മളിവിടെ ഹാഡ് തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. ഇങ്ങനെ പറയും ഈ ഹാഡ് എ കാർ, അവനൊരു കാർ ഉണ്ടായിരുന്നു. ഷീ ഹാഡ് എ കാർ, അവൾക്കൊരു കാർ ഉണ്ടായിരുന്നു. ജോൺ ഹാഡ് എ കാർ, ജോണൊരു കാർ ഉണ്ടായിരുന്നു. ഐ ഹാഡ് എ കാർ, എനിക്കൊരു കാർ ഉണ്ടായിരുന്നു. ദേ ഹാഡ് എ കാർ, അവർക്കൊരു കാർ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ടത് സബ്ജക്റ്റ് എന്ത് തന്നെയായാലും നമ്മൾ ഹാഡ് എഴുതിയാൽ അത് കഴിഞ്ഞ് നൗൺ പറഞ്ഞാൽ ഉണ്ടായിരുന്നു എന്നുള്ള അർത്ഥമാണ് നമുക്ക് കിട്ടുന്നത്. ഇനി അടുത്ത നമുക്ക് നോക്കാം വിൽ ബി എന്നുള്ളതാണ്, ആയിരിക്കും എന്നുള്ളതാണ്. അപ്പൊ ഇവിടെയൊന്നും സബ്ജക്റ്റ് ഒരു വിഷയമല്ല. സബ്ജക്റ്റ് എന്ത് തന്നെയായാലും നമ്മൾ വിൽ ബി എഴുതിയാൽ നമുക്ക് കിട്ടുന്ന അർത്ഥം ആയിരിക്കും എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് നമ്മൾ എന്താണ് നൗൺ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ പറയുകയാണെങ്കിൽ ഹി വിൽ ബി എ ഡോക്ടർ, അവനൊരു ഡോക്ടർ ആയിരിക്കും. അവിടെ ഷീ വിൽ ബി എ ഡോക്ടർ എന്ന് പറഞ്ഞാൽ അവളൊരു ഡോക്ടർ ആയിരിക്കും. ജോൺ വിൽ ബി എ ഡോക്ടർ, ജോൺ ഒരു ഡോക്ടർ ആയിരിക്കും എന്നുള്ളതാണ്. ഇവിടെ ഐ വെച്ച് പറയുകയാണെങ്കിലും ഐ വിൽ ബി എ ഡോക്ടർ, ഞാനൊരു ഡോക്ടർ ആയിരിക്കും. ഇപ്പൊ പ്ലൂറൽ ആയിട്ടുള്ള സബ്ജക്ട് പറയുകയാണെങ്കിൽ വി വിൽ ബി ഡോക്ടേഴ്സ് അല്ലേ, ഞങ്ങൾ ഡോക്ടർമാരായിരിക്കും. ദേ വിൽ ബി ഡോക്ടേഴ്സ്, അവർ ഡോക്ടർമാരായിരിക്കും. ഇത്തരത്തിൽ നമ്മൾ എന്താണ് സബ്ജക്ട് കഴിഞ്ഞ് അവിടെ വിൽ ബി പറഞ്ഞാൽ ആയിരിക്കും എന്നുള്ള അർത്ഥമാണ്. അത് കഴിഞ്ഞ് നമ്മൾ നൗൺ പറയുക ഈ ഡോക്ടർ എന്നുള്ളത്. അതല്ലാന്നുണ്ടെങ്കിൽ എന്താണ് വിൽ ബി കഴിഞ്ഞ് വെർബ് പറഞ്ഞു കഴിഞ്ഞാൽ, ആക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് ആയി മാറും. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഉണ്ടെന്ന് പറയാൻ ഹാസ് ഓർ ഹാവ്, ഉണ്ടായിരുന്നു എന്ന് പറയാൻ ഹാഡ് ആണ്. അതുപോലെ ഉണ്ടാകും എന്ന് പറയാൻ വിൽ ഹാവ് ആണ്, ഫ്യൂച്ചറിൽ ഒരു ആക്ഷൻ പറയാൻ വേണ്ടിയാണ്. അപ്പൊ നിങ്ങൾ ജോലിയൊക്കെ കിട്ടിയിട്ട് എന്താണ് സാലറി ഒക്കെ കിട്ടി ഒരു 4-5 വർഷം കഴിഞ്ഞ് നിങ്ങൾക്കൊരു കാർ ഉണ്ടാകും അല്ലെങ്കിൽ ഒരു വീട് ഉണ്ടാകും എന്നൊക്കെ പറയാൻ നമ്മൾ ഉപയോഗിക്കുന്നത് വിൽ ഹാവ് ആണ്. ഇവിടെയും മനസ്സിലാക്കേണ്ടത് സബ്ജക്റ്റ് ഒരു വിഷയമല്ല. എന്ത് തന്നെ ആയാലും അത് കഴിഞ്ഞ് നമ്മൾ വിൽ ഹാവ് എഴുതിയാൽ ഉണ്ടാകും എന്നുള്ള അർത്ഥമാണ്. അത് കഴിഞ്ഞ് നമ്മൾ നൗൺ പറയുകയാണെങ്കിൽ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കാറെന്നോ വീടെന്നോ അതുപോലെ ജോലി എന്നൊക്കെ നമുക്ക് പറയാം. പേരുകൾ പറയുകയാണെങ്കിൽ നമുക്ക് ഉണ്ടാകും എന്നുള്ള അർത്ഥമാണ് കിട്ടുന്നത്. ഇവിടെ പറയാം ഈ വിൽ ഹാവ് എ കാർ, അവനൊരു കാർ ഉണ്ടാകും. അതുപോലെ തന്നെ ഐ വിൽ ഹാവ് എ കാർ, എനിക്കൊരു കാർ ഉണ്ടാകും. ദേ വിൽ ഹാവ് എ കാർ, അവർക്കൊരു കാർ ഉണ്ടാകും. ഇവിടെ സബ്ജക്റ്റ് എന്ത് തന്നെ യൂസ് ചെയ്താലും വിൽ ഹാവ് കഴിഞ്ഞ് നമ്മൾ നൗൺ പറഞ്ഞാൽ എന്താണ് അത്തരത്തിലുള്ള അർത്ഥമാണ്, ഉണ്ടാകും എന്നുള്ള അർത്ഥമാണ് നമുക്ക് കിട്ടുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വുഡ് ബി എന്നുള്ളതാണ്, ആയിരിക്കണം എന്നുള്ളതാണ്. ഇവിടെയും സബ്ജക്റ്റ് ഒരു വിഷയമല്ല. എന്ത് തന്നെയായാലും നമ്മൾ അത് കഴിഞ്ഞ് വുഡ് ബി പറഞ്ഞാൽ ആയിരിക്കണം എന്നുള്ള അർത്ഥമാണ്.
പ്ലസ് നമ്മൾ എന്താണ് ഒരു പേര് പറയുക എന്നുള്ളതാണ്. ഹി വുഡ് ബി എ ഡോക്ടർ, ഷീ വുഡ് ബി എ ഡോക്ടർ, ജോൺ വുഡ് ബി എ ഡോക്ടർ. എന്ത് തന്നെ പറഞ്ഞാലും എന്താണ് ആയിരിക്കണം എന്നുള്ള അർത്ഥമാണ്. ഹി വുഡ് ബി എ ഡോക്ടർ എന്ന് വെച്ചാൽ അവന്റെ ഡോക്ടർ ആയിരിക്കണം. അതുപോലെ തന്നെ ഐ വുഡ് ബി എ ഡോക്ടർ, ഞാനൊരു ഡോക്ടർ ആയിരിക്കണം എന്നുള്ളതാണ്. പ്ലൂറൽ ആയിട്ടുള്ള സബ്ജക്റ്റ് ഒക്കെ ആണെങ്കിൽ വി എന്നും ദേ എന്നും യു എന്നും ജോൺ ആൻഡ് റാം കഴിഞ്ഞാലും വുഡ് ബി കഴിഞ്ഞ് നമ്മൾ ഡോക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരിക്കണം എന്നുള്ള അർത്ഥമാണ്. വി വുഡ് ബി ഡോക്ടേഴ്സ്, ഞങ്ങൾ ഡോക്ടർമാരായിരിക്കണം. ദേ വുഡ് ബി ഡോക്ടേഴ്സ്, അവർ ഡോക്ടർമാരായിരിക്കണം. ഇത്തരത്തിലാണ് നമ്മൾ വുഡ് ബി എന്നുള്ള യൂസേജ് ഈ പറയുന്ന സബ്ജക്റ്റ് കഴിഞ്ഞ് യൂസ് ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മൾ നൗൺ പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന അർത്ഥം എന്ന് പറയുന്നത്. ഇത് നമ്മൾ നോക്കേണ്ടത് എന്താണ്, വുഡ് ഹാവ് എന്നുള്ളതാണ്. അപ്പൊ വുഡ് ഹാവ് എപ്പോഴും നമ്മൾ പാസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയാനാണ് ഉപയോഗിക്കുന്നത്, അല്ലേ? ഹി വുഡ് ഹാവ് എ കാർ, അവനൊരു കാർ ഉണ്ടാകണമായിരുന്നു. ഷീ വുഡ് ഹാവ് എ കാർ, അവൾക്കൊരു കാർ ഉണ്ടാകണമായിരുന്നു. ഇത്തരത്തിൽ നമുക്ക് ഉണ്ടാകണമായിരുന്നു എന്ന് പറയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് വുഡ് ഹാവ് ആണ്, അല്ലേ? ഐ വുഡ് ഹാവ് എ കാർ, എനിക്കൊരു കാർ ഉണ്ടാകണമായിരുന്നു. വി വുഡ് ഹാവ് എ കാർ, ഞങ്ങൾക്കൊരു കാർ ഉണ്ടാകണമായിരുന്നു. ദേ വുഡ് ഹാവ് എ കാർ, അവർക്കൊരു കാർ ഉണ്ടാകണമായിരുന്നു എന്നുള്ള അർത്ഥമാണ്. നമ്മളൊരു സെന്റൻസ് ആക്കി പറയുമ്പോൾ എന്താണ്, ഈ വുഡ് ഹാവ് എ കാർ ഇഫ് ഹി ഹാഡ് വോൺ ദ ലോട്ടറി, അല്ലേ? അവന് ലോട്ടറി അടിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അവനൊരു കാർ ഉണ്ടാകണമായിരുന്നു. അവന് ലോട്ടറി അടിച്ചതുമില്ല, അവന് കാറുമില്ല എന്നുള്ളതാണ് ഈ സെന്റൻസിന്റെ അർത്ഥം. ഇത് നമ്മൾ വെർബ് വെച്ചുകൊണ്ട് നമ്മൾ 2 യൂസേജ് പഠിച്ചിട്ടുണ്ട് ഡേ 1 മുതൽ 16 വരെയുള്ള പാഠങ്ങളിൽ. ഒന്നാമത്തത് വുഡ് ആണ്, അല്ലേ? അപ്പൊ വുഡും ഷുഡും ഗുഡും മസ്റ്റും മൈറ്റും ഔട്ടും ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് വെർബിന്റെ V1 ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. നമുക്ക് കിട്ടുന്ന അർത്ഥം നമുക്കറിയാം എന്താണ്, പഠിക്കുക എന്നുള്ള വെർബ് ഇവിടെ സ്റ്റഡിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് പഠിക്കണം എന്നായി മാറും. അങ്ങനെ പറയും, ഹി വുഡ് സ്റ്റഡി വെൽ, അവൻ നന്നായി പഠിക്കണം, അല്ലേ? അതുപോലെ ഷീ വുഡ് സ്റ്റഡി വെൽ, അവൾ നന്നായി പഠിക്കണം. ഐ വന്നു കഴിഞ്ഞാലും പ്ലൂറലായിട്ടുള്ള സബ്ജക്ട് വന്നാലും ഒരു വ്യത്യാസമില്ല, നമ്മൾ വുഡ് തന്നെ ഉപയോഗിക്കുക. അതുപോലെ വെർബിന്റെ V1 തന്നെ എഴുതണം. അപ്പൊ ഐ വുഡ് സ്റ്റഡി വെൽ, ഞാൻ നന്നായി പഠിക്കണം, അല്ലേ? വി വുഡ് സ്റ്റഡി വെൽ, ഞങ്ങൾ നന്നായി പഠിക്കണം. ദേ വുഡ് സ്റ്റഡി വെൽ, അവർ നന്നായി പഠിക്കണം. യു വുഡ് സ്റ്റഡി വെൽ, നിങ്ങൾ നന്നായി പഠിക്കണം. അപ്പൊ ഇത്തരത്തിൽ എന്താണ്, വുഡ് വന്നു കഴിഞ്ഞാൽ വെർബിന്റെ V1 യൂസ് ചെയ്യുക. നമുക്ക് ഫ്യൂച്ചറിൽ ഒരു ആക്ഷൻ പറയാനാണ് നമ്മൾ ഈ പറയുന്ന പോലെ വുഡും ഷുഡും ഗുഡും മസ്റ്റും മൈറ്റും ഔട്ടും ഒക്കെ ഉപയോഗിക്കുന്നത്. ഇതിൽ വുഡും കുഡും നമ്മൾ മനസ്സിലാക്കിയതാണ്, നമ്മൾ പാസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും പറയാൻ ഉപയോഗിക്കാറുണ്ട്. ഇത് നമ്മൾ എന്താണ് V3 ഉപയോഗിച്ചുകൊണ്ട് മനസ്സിലാക്കിയത് വുഡ് ഹാവ് എന്നുള്ള യൂസേജ് ആണ്, അല്ലേ? നേരത്തെ നമ്മൾ വുഡ് ഹാവ് പ്ലസ് നൗൺ മനസ്സിലാക്കി, നമ്മൾ പാസ്റ്റിൽ ഒരു കാര്യം നമുക്ക് ഉണ്ടാകണമായിരുന്നു എന്ന് പറയാം. ഇവിടെ നമുക്ക് വെർബ് വെച്ച് പറയുമ്പോൾ ആ വെർബ് അനുസരിച്ച് കൊണ്ടാണ് നമുക്ക് എന്താണ് അർത്ഥം കിട്ടുന്നത്. ഇപ്പൊ സ്റ്റഡി എന്നുള്ള വെർബിന്റെ V3 ആണ് സ്റ്റഡീഡ്. അവിടെ വുഡ് ഹാവ് സ്റ്റഡീഡ് എന്ന് വെച്ചാൽ പഠിക്കേണ്ടതായിരുന്നു എന്നുള്ള അർത്ഥമാണ് നമുക്ക് കിട്ടുന്നത്. ഇവിടെ നമ്മൾ നോക്കേണ്ടത് സബ്ജക്റ്റ് ഇവിടെ ഒരു വിഷയമല്ല. എന്ത് തന്നെ ആയാലും, സിംഗുലർ ആയാലും പ്ലൂറൽ ആയാലും ഐ ആയാലും അത് കഴിഞ്ഞ് നമ്മൾ വുഡ് ഹാവ് എഴുതി. വെർബിന്റെ V3 ആണ് ഉപയോഗിക്കേണ്ടത്. V3 ഉപയോഗിച്ചാൽ നമുക്ക് കിട്ടുന്ന അർത്ഥം, ഈ വുഡ് ഹാവ് സ്റ്റഡീഡ് വെൽ, അവൻ നന്നായി പഠിക്കേണ്ടതായിരുന്നു, പക്ഷെ അവൻ പഠിച്ചില്ല, അതുകൊണ്ടാണ് അവൻ മാർക്ക് കുറഞ്ഞു പോയത്. ഷീ വുഡ് ഹാവ് സ്റ്റഡീഡ് വെൽ, അവൻ നന്നായി പഠിക്കേണ്ടതായിരുന്നു. ഐ വുഡ് ഹാവ് സ്റ്റഡീഡ് വെൽ, ഞാൻ നന്നായി പഠിക്കേണ്ടതായിരുന്നു, ഞാൻ പഠിച്ചില്ല, അതുകൊണ്ടാണ് എനിക്ക് മാർക്ക് കുറഞ്ഞു പോയത്. വി വുഡ് ഹാവ് സ്റ്റഡീഡ് വെൽ, ഞങ്ങൾ നന്നായി പഠിക്കേണ്ടതായിരുന്നു, പക്ഷെ ഞങ്ങൾ നന്നായി പഠിച്ചില്ല, അതുകൊണ്ടാണ് ഞങ്ങൾക്ക് മാർക്ക് കുറഞ്ഞു പോയത്, അല്ലെങ്കിൽ ഞങ്ങൾ തോറ്റുപോയത്. ഇത്തരത്തിൽ നമുക്ക് സബ്ജക്റ്റ് എന്ത് തന്നെ ആയാലും വുഡ് ഹാവ് കഴിഞ്ഞ് വെർബിന്റെ V3 എഴുതിയാൽ ഈ പറഞ്ഞ രൂപത്തിലുള്ള അർത്ഥമാണ് കിട്ടുന്നത്. അപ്പൊ ഇതാണ് നമ്മൾ പാഠം 1 മുതൽ 16 വരെ പഠിച്ച കാര്യങ്ങൾ. ഇത് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ ഇത് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് പഠിക്കാൻ പോകുന്നത്. ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സിംഗുലർ ആയിട്ടുള്ള സബ്ജക്റ്റ് വെച്ചാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. എപ്പോഴും മനസ്സിലാക്കേണ്ടത്, നമ്മൾ സിംഗുലർ ആയിട്ടുള്ള എല്ലാ സബ്ജക്റ്റുകളും വെച്ച് പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യമില്ല. സിംഗുലർ ആയിട്ടുള്ള സബ്ജക്റ്റ് ഐ, അതുപോലെ പ്ലൂറൽ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ്, ഇത്തരത്തിൽ 3 സബ്ജക്റ്റ് വെച്ച് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഓക്സിലറി വെർബും അതിനകത്ത് വരുന്നതാണ്. വളരെ അനായാസം നമുക്ക് എന്താണ് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാൻ സാധിക്കുന്നതാണ്. ഇവിടെ പറയുകയാണെങ്കിൽ ഹി വെച്ച് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ പോവുകയാണ്. ഹീരെ കൂടെ നമുക്കറിയാം ആറും ആമും വരൂല, ആകുന്നു ആണെന്ന് പറയാൻ നമ്മൾ ഈസ് ആണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ പറയും, ഹി ഈസ് എ ഡോക്ടർ, അല്ലേ? അവനൊരു ഡോക്ടറാണ്. രണ്ടാമത് നമുക്കറിയാം ഹാസ് ഓർ ഹാവ് ആണ്, അവിടെ ഹാവ് വരൂല, ഹി സിംഗുലർ ആയതുകൊണ്ട് നമ്മൾ എങ്ങനെ പറയും, ഹി ഹാസ് എ കാർ, അവനൊരു കാർ ഉണ്ട്. നമുക്കറിയാം വാസും വേർ വന്നു കഴിഞ്ഞാൽ ഹീയുടെ കൂടെ വാസാണ്, വേർ വരൂല. ഹി വാസ് എ ഡോക്ടർ, അവനൊരു ഡോക്ടർ ആയിരുന്നു. നമുക്കറിയാം ഈ ഹാഡ് എ കാർ, അവനൊരു കാർ ഉണ്ടായിരുന്നു. ഹി വിൽ ബി എ ഡോക്ടർ, അവനൊരു ഡോക്ടർ ആയിരിക്കും. ഹി വിൽ ഹാവ് എ കാർ, അവനൊരു കാർ ഉണ്ടാകും. ഹി വുഡ് ബി എ ഡോക്ടർ, അവനൊരു ഡോക്ടർ ആയിരിക്കണം. ഹി വുഡ് ഹാവ് എ കാർ, അവനൊരു കാർ ഉണ്ടാകണമായിരുന്നു. ഹി വുഡ് സ്റ്റഡി വെൽ, അവൻ നന്നായി പഠിക്കണം. ഹി വുഡ് ഹാവ് സ്റ്റഡീഡ് വെൽ, അവൻ നന്നായി പഠിക്കേണ്ടതായിരുന്നു. അപ്പൊ ഹി വെച്ച് നമ്മൾ പറയുന്നത് ഇത്തരത്തിലാണ്. നമ്മൾ ഐ എന്ന സബ്ജക്ട് എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ എന്താണ് പ്രാക്ടീസ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കാം. ഐയുടെ കൂടെ നമുക്കറിയാം ഇവിടെ ഈസ് ആറ് വരില്ല, ഐയുടെ കൂടെ ആം ആണ് വരുന്നത്. ഐ ആം എ ഡോക്ടർ എന്നുള്ളതാണ് ആദ്യത്തെ സെന്റൻസ്.
രണ്ടാമത്തത് ഹാസ് ഓർ ഹാവ്, ഉണ്ടെന്ന് പറയാൻ നമുക്കറിയാം ഐയുടെ കൂടെ ഐ സിംഗുലർ ആയിട്ടല്ല പ്ലൂറലായിട്ട് ട്രീറ്റ് ചെയ്യുന്നുണ്ട്, തന്നെ ഹാസ് വരില്ല, ഹാവ് ആണ് വരുന്നത്. അതെങ്ങനെ പറയും? ഐ ഹാവ് എ ഡോക്ടർ എന്ന് പറയില്ല, എനിക്കൊരു ഡോക്ടർ ഉണ്ടെന്നല്ല, ഐ ഹാവ് എ കാർ, എനിക്കൊരു കാർ ഉണ്ടെന്നാണ് നമ്മൾ പറയുന്നത് അല്ലേ. ഇവിടെ വാസും പേരും വരുമ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ മാത്രമാണ് നമ്മൾ ഐ എസ് സിംഗുലർ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. ഒന്നായിട്ട് വാസും പേരും വരുന്ന സാഹചര്യങ്ങളിൽ അവിടെ നമ്മൾ ഐ വാസ് എ ഡോക്ടർ, ഞാനൊരു ഡോക്ടർ ആയിരുന്നു. ഐ ഹാഡ് എ കാർ, എനിക്കൊരു കാർ ഉണ്ടായിരുന്നു. ഐ വിൽ ബി എ ഡോക്ടർ, ഞാനൊരു ഡോക്ടർ ആയിരിക്കും. ഐ വിൽ ഹാവ് എ കാർ, എനിക്കൊരു കാർ ഉണ്ടാകും. ഐ വുഡ് ബി എ ഡോക്ടർ, ഞാനൊരു ഡോക്ടർ ആയിരിക്കണം. ഐ വുഡ് ഹാവ് എ കാർ, എനിക്കൊരു കാർ ഉണ്ടാകണമായിരുന്നു. ഐ വുഡ് സ്റ്റഡി വെൽ, ഞാൻ നന്നായി പഠിക്കണം. ഐ വുഡ് ഹാവ് സ്റ്റഡീഡ് വെൽ, ഞാൻ നന്നായി പഠിക്കേണ്ടതായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഐ വെച്ച് നമ്മൾ ഇത്തരത്തിലാണ് എന്താണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്. നമ്മൾ പ്ലൂറൽ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ്, ഇവിടെ നമുക്ക് ദേ എന്നുള്ള സബ്ജക്റ്റ് എടുക്കാം. ദേയുടെ കൂടെ നമുക്കറിയാം ഈസും ആമും വരൂല, അവിടെ ആറാണ് വരുന്നത്, ആകുന്നു ആണെന്നുള്ള അർത്ഥം കിട്ടാം. എങ്ങനെ പറയും? ദേ ആർ എന്താണ് ഡോക്ടർ എന്ന് വരൂല, ഡോക്ടേഴ്സ് അല്ലേ, പ്ലൂറലാണ്. ദേ ആർ ഡോക്ടേഴ്സ്. ഇനി ഹാസ് ഓർ ഹാവ് വരുമ്പോൾ നമുക്കറിയാം ദേയുടെ കൂടെ പ്ലൂറൽ ആയതുകൊണ്ട് ഹാസ് വരൂല, ഹാവ് ആണ് വരുന്നത്, ഉണ്ടെന്ന് പറയാം. ദേ ഹാവ് എ കാർ, അവർക്കൊരു കാർ ഉണ്ട്. അതുപോലെ ദേ വാസ് എന്ന് പറയില്ല, ദേ വേർ എന്നാണ്, പ്ലൂറലാണ് അല്ലെ. എങ്ങനെ പറയും? ദേ വേർ ഡോക്ടേഴ്സ്. ദേ ഹാഡ് എ കാർ. They will be doctors. They will have a car. They would be doctors. They would have a car. They would study well. They would have studied well എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ പറഞ്ഞ സബ്ജക്റ്റ് വെച്ച് നമ്മൾ വളരെ അനായാസം നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കും ഈ പറഞ്ഞ പാഠങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ. He is a doctor. He has a car. He was a doctor. He had a car. He will be a doctor. He will have a car. He would be a doctor. He would have a car. He would study well. He would have studied well. നമ്മൾ ഐ വെച്ച് പ്രാക്ടീസ് ചെയ്യുമ്പോൾ I am a doctor. I have a car. I was a doctor. I had a car. I will be a doctor. I will have a car. I would be a doctor. I would have a car. I would study well. I would have studied well. നമ്മൾ ദേ വെച്ച് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ദേ ആർ ഡോക്ടേഴ്സ്, ദേ ഹാവ് എ കാർ, ദേ വേർ ഡോക്ടേഴ്സ്, ദേ ഹാഡ് എ കാർ, ദേ വിൽ ബി ഡോക്ടേഴ്സ്, ദേ വിൽ ഹാവ് എ കാർ, ദേ വുഡ് ബി ഡോക്ടേഴ്സ്, ദേ വുഡ് ഹാവ് എ കാർ, ദേ വുഡ് സ്റ്റഡി വെൽ, ദേ വുഡ് ഹാവ് സ്റ്റഡീഡ് വെൽ. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ 1 മുതൽ 16 വരെ പഠിച്ച കാര്യങ്ങൾ വളരെ വ്യക്തമായി എന്താണ് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ആ പാഠങ്ങൾ കണ്ടതിന് ശേഷം ഈ പ്രാക്ടീസ് മെത്തേഡ് നമ്മൾ ഇംഗ്ലീഷ് സംസാരിച്ച് തുടങ്ങുന്നതിന് മുമ്പ് നല്ലതുപോലെ മനസ്സിലാക്കി വെക്കുക. അവനൊരു കാരണം എന്ന് പറയുമ്പോൾ ഈ ഹാവ് എ കാർ എന്ന് കോമൺ ആയിട്ട് എല്ലാവരും ഉപയോഗിക്കാറുണ്ട്, അത് ഗ്രാമപരമായിട്ട് തെറ്റാണ്. അപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് ഉള്ളിലുള്ള കാര്യങ്ങൾ കൺവേ ചെയ്യുക, മറ്റൊരാളെ മനസ്സിലാക്കുക എന്നുള്ളതാണ് അതിൽ പ്രധാനം. അതുകൊണ്ട് അത് തെറ്റായിട്ട് ആരും പറയാറില്ലെങ്കിലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഗ്രാമപരമായിട്ട് തെറ്റ് തന്നെയാണ്. ഈ ഹാസ് എ കാർ എന്നാണ് നമ്മൾ കറക്റ്റായി പറയേണ്ടത്. അപ്പോൾ ഇത്തരത്തിലുള്ള മിസ്റ്റേക്കുകൾ ഉണ്ടാകാതിരിക്കാൻ നമ്മൾ ഈ പറഞ്ഞ പോലെ ഓക്സിലറി വെർബ് വെച്ച് പ്രാക്ടീസ് ചെയ്യുക വളരെ അത്യാവശ്യമാണ്. പിന്നെ ഡേ 14 ഒരു ടാസ്ക് ഉണ്ടായിരുന്നു, അതിന്റെ ഉത്തരങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാം. ഇവിടെ നോക്കുകയാണെങ്കിൽ ചോദ്യം ഇതാണ്, 4 ചോദ്യങ്ങൾ കാണാം. യു ഡാഷ് ദ ക്ലാസ് മോണിറ്റർ, യു ആർ റെസ്പോൺസിബിൾ ആൻഡ് ഫെയർ അല്ലേ. അവിടെ വുഡ് ബി ഉണ്ട്, ഷുഡ് ബി ഉണ്ട്, കുഡ് ബി ഉണ്ട്, മസ്റ്റ് ബി ഉണ്ട്, മൈറ്റ് ബി ഉണ്ട്. ഏത് വേണമെങ്കിലും ഞാൻ പറയും നമുക്ക് ഉപയോഗിക്കാം, സാഹചര്യം അനുസരിച്ച് ഉപയോഗിക്കുക എന്നുള്ളതാണ് അതിൽ പ്രധാനം. യു ഷുഡ് ബി ദ ക്ലാസ് മോണിറ്റർ അല്ലേ, നിങ്ങൾ ക്ലാസ്സിലെ മോണിറ്റർ ആയിരിക്കണം. യു ആർ റെസ്പോൺസിബിൾ ആൻഡ് ഫെയർ, നിങ്ങൾ എന്താണ് ഉത്തരവാദിത്തത്തോടു കൂടിയും നല്ലതുപോലെയും എന്താണ് അത് ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതാണ് ഈ സെന്റൻസ് കൊണ്ട് അർത്ഥമാക്കുന്നത്. രണ്ടാമത് ദിസ് ഡാഷ് എ ജോബ് ഇറ്റ് ഈസ് എ സീരിയസ് മാറ്റർ അല്ലേ. ഇതൊരു തമാശ ആയിരിക്കും എന്ന് പറഞ്ഞെങ്കിൽ അവിടെ നമുക്ക് എന്താണ് ഈ പറഞ്ഞ ഷുഡ് ബിയോ, വുഡ് ബിയോ, കുഡ് ബിയോ, മൈറ്റ് ബിയോ ഒക്കെ ഉപയോഗിക്കാം. പക്ഷെ ആയിരിക്കില്ല എന്ന് പറയുമ്പോൾ നെഗറ്റീവ് ആണ്, നമുക്കറിയാം. അവിടെ നോട്ട് ചേർത്ത് നമ്മൾ ഉപയോഗിക്കുക. എങ്ങനെ പറയും? ദിസ് മസ്റ്റ് നോട്ട് ബി എ ജോക്ക് ഇല്ലേ, ഇതൊരു എന്താണ് തമാശ ആയിരിക്കില്ല എന്ന അർത്ഥം കിട്ടാൻ ഇവിടെ നിർബന്ധത്തെ കാണിക്കാൻ നമ്മൾ മസ്റ്റ് ഉപയോഗിച്ചു. ഇവിടെ മൈറ്റ് നോട്ട് ബിയോ, വുഡ് നോട്ട് ബിയോ, ഷുഡ് നോട്ട് ബിയോ ഏതാണെങ്കിലും ഉപയോഗിക്കാം. ഇവിടെ നമ്മൾ നിർബന്ധമായും ഒരു കാര്യത്തെ പറയാൻ വേണ്ടിയാണ് അവിടെ മസ്റ്റ് നോട്ട് ബി ഉപയോഗിച്ചത്. ഈ മൂന്നാമത്തെ ചോദ്യമാണ്, നമുക്കറിയാം. ഇവിടെ നിങ്ങൾക്ക് ചോദ്യചിഹ്നം കാണാൻ സാധിക്കും. ഇവിടെ ആയിരിക്കണം എന്നുള്ള അർത്ഥം കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ് മൈറ്റ് ബി ആണ്, സംശയിച്ച് പറയുകയാണ്. Might that be the final answer? Please check again അല്ലേ. അത് അവസാനത്തെ ആൻസർ ആയിരിക്കണോ അതോ ഇനി ആൻസർ ഉണ്ടോ എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ ആ സെന്റൻസ് ഉപയോഗിക്കുന്നത് ഇവിടെ. അതുകൊണ്ടാണ് പ്ലീസ് ചെക്ക് അഗൈൻ, ഒന്നുകൂടെ നിങ്ങൾ പരിശോധിക്കുക എന്ന് പറയുന്നത് അല്ലേ. മൈറ്റ് ദാറ്റ് ബി ദ ഫൈനൽ ആൻസർ, അവിടെ മൈറ്റ് ബി എന്ന് ഉപയോഗിച്ചത് തന്നെ അവിടെ ഒരു സംശയം എന്നാണ് ഉള്ളത് കൊണ്ടാണ്. ഇനി അവസാനത്തെ ചോദ്യം നോക്കുകയാണെങ്കിൽ ഹി ഡാഷ് ദ മാനേജർ, ഹി ഡസ് നോട്ട് ഹാവ് ഇനഫ് എക്സ്പീരിയൻസ് അല്ലേ. ഹി കുഡ് നോട്ട് ബി ദ മാനേജർ, അവനൊരു മാനേജർ ആയിരിക്കേണ്ട, അവന് അത്തരത്തിലുള്ള എന്താണ് എക്സ്പീരിയൻസ് ഒന്നും ഇല്ല, അതിനുള്ള കഴിവില്ല എന്നർത്ഥം കാണിക്കാൻ വേണമെങ്കിൽ നമുക്ക് ഇവിടെ കുഡ് നോട്ട് ബി ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് അല്ലേ. ഹി കുഡ് നോട്ട് ബി ദ മാനേജർ, ഹി ഡസ് നോട്ട് ഹാവ് ഇനഫ് എക്സ്പീരിയൻസ് അല്ലേ. അവൻ എന്താണ് ഒരു മാനേജർ ആയിരിക്കേണ്ട, കാരണം അവന് പ്രത്യേകിച്ച് എന്താണ് എക്സ്പീരിയൻസ് ഒന്നും ഇല്ല എന്നുള്ളതാണ് ആ സെന്റൻസ് നമുക്ക് നൽകുന്ന അർത്ഥം. അപ്പൊ ഇതെല്ലാ കൂട്ടുകാർക്കും ശരിയായെന്ന് കരുതുന്നു. അത്തരത്തിൽ എന്താണ് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കഴിഞ്ഞ പാഠങ്ങൾ ഒന്നുകൂടെ കണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക.
അപ്പോൾ ഡേ 17 ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്ത ഈ പ്രാക്ടീസ് സെക്ഷൻ എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഉപകാരപ്രദമാണെന്ന് തോന്നുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക.